സെപ്റ്റംബർ 1 മുതൽ RT ഓഫീസ് സേവനങ്ങൾ ഓൺലൈനാക്കിയതിനാൽ ഇനി മുതൽ അപേക്ഷയോ ഫീസോ നേരിട്ട് സ്വീകരിക്കേണ്ട എന്നാണ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഋഷിരാജ് സിംഗ് നൽകിയ നിർദ്ദേശം. ഡ്രൈവിംഗ് ലൈസൻസുമായി ബന്ധപ്പെട്ട അപേക്ഷകൾ, സ്വകാര്യ വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ തുടങ്ങി 19 സേവനങ്ങളാണ് ഓൺലൈനാക്കിയത്. ഈ സേവനങ്ങൾക്കായി RT ഓഫീസിലെത്തുന്നവരോട് അക്ഷയ കേന്ദ്രങ്ങൾ വഴി ഓൺലൈനായി അപേക്ഷ നൽകാൻ നിർദ്ദേശിച്ച് അധികൃതർ മടക്കി അയക്കുകയാണ്. ഒരു ദിവസം പറഞ്ഞാൽ 2000 രൂപ ഫൈൻ, പിന്നെ 100 അഡീഷണലും. ഇതെല്ലാം സാധാരണ ജനങ്ങൾ താങ്ങണം. ഇത് വേണ്ട രീതിയിൽ ഉദ്യോഗസ്ഥന്മാർ ജനങ്ങൾക്ക് ബോധവൽക്കരണം ചെയ്യുന്നുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കാനുള്ള അക്ഷയ കേന്ദ്രം വഴിയോ അല്ലെങ്കിൽ നെറ്റ് വഴി ഇല്ല. നെറ്റ് കംപ്ലീറ്റ് ജാമാണ്. ഇപ്പോൾ ഞാൻ ഒരു കാര്യത്തിനോട്ട് അങ്ങനെ സംഭവം നിർക്കുന്നത് കുറേ അക്ഷയം നടക്കണം. അതേസമയം ഇത് സംബന്ധിച്ച യാതൊരു അറിയിപ്പും ലഭിച്ചിട്ടില്ലെന്നാണ് അക്ഷയ കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന മറുപടി. സേവനങ്ങൾക്കായി അക്ഷയ കേന്ദ്രങ്ങൾക്ക് പരിശീലനം നൽകുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും അതും നടന്നിട്ടില്ല. മോട്ടോർ വാഹന വകുപ്പിന്റെ വെബ്സൈറ്റ് ഹാങ് ആകുന്നതും കമ്പ്യൂട്ടർ പരിജ്ഞാനമില്ലാത്തതും സാധാരണക്കാരെ ബുദ്ധിമുട്ടിലാക്കുന്നു. അക്ഷയയിൽ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് ഇതിൻ്റെ ഒരു അറിവും കിട്ടിയിട്ടില്ല, അതുപോലെ കോഡ് കിട്ടിയിട്ടില്ല, ഒന്നുമില്ല. അതുപോലെ തന്നെ മറ്റുള്ള ഇൻഡിവിജ്വലായിട്ട് ചെയ്യുമ്പോഴും സിസ്റ്റം ജാമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു നിലപാട് ഉള്ളത് കൊണ്ട് ഇപ്പോൾ ആളുകൾ നെട്ടോട്ട് മൂടിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ബലത്തിൽ സേവനങ്ങൾ ഇനി ഓൺലൈനിൽ മാത്രം എന്ന് പറഞ്ഞ് അധികൃതർ കൈയൊഴിയുന്നതോടെ വാഹനങ്ങൾ നിരത്തിലിറക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് വാഹന ഉടമകൾ. അനിൽ കാരാമൽ, മീഡിയ 1, കൊച്ചി.